നമസ്കാരം. ഡിസംബർ മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇനി അധികം ദിവസങ്ങളില്ല. ഡിസംബർ മാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ചില പ്രവചനങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ മാസം ശുഭകരമായി ഭവിക്കുക എന്ന് മനസ്സിലാക്കാം. പണ്ഡിതന്മാരുടെ പ്രവചന പ്രകാരം ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ഈ മാസം അനുകൂലമാണ്. ധനപരവും മറ്റു ചില നേട്ടങ്ങളും പ്രതീക്ഷിക്കാതെ കടന്ന് വന്നു എന്ന് വരാം. ആ നക്ഷത്രക്കാർ ഇവരാണ്. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം അനുകൂലമാണ് എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. കാരണം ഈ സമയം നിങ്ങൾക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാകുന്നു. മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കലാപഠനം, കലാമത്സരം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പുരോഗതി വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം അധികാരികൾക്ക് നിങ്ങൾക്കുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും അവരിൽ നിന്നും പ്രശംസ ഏറ്റുവാങ്ങുവാൻ സാധിച്ചു എന്ന് വരാം. പലവിധ പ്രതിസന്ധികൾ വന്നു ചേരും എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ഭൂമിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പെരുമാറുവാനും മധുരമായി സംസാരിക്കുവാനും സാധിക്കുന്ന സമയമാകുന്നു. ധനപരമായും തൊഴിൽപരമായും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമായി തന്നെ മാറും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. രോഹിണി നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന സമയമാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി എന്ന് വരാം. പ്രവചനപ്രകാരം ഈ സമയം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കർമ്മരംഗത്ത് അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതായ ആ മേഖലകളിൽ കഴിവ് തെളിയിക്കുക, അംഗീകാരങ്ങൾ നേടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാകുന്നു. പല കാര്യങ്ങളാലും പ്രയാസം അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. പല വിധത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നതായ സാഹചര്യം. എന്നാൽ ഇതിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിന് ഐശ്വര്യം കൊണ്ടുവരുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങൾ മാറും. ഒപ്പം നിൽക്കുന്നവർക്കും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ആരോഗ്യപരമായ ഉയർച്ച വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. പുതിയ ജോലി ലഭിക്കുക, ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ചിത്തിര നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടി മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല വ്യക്തികളുടെയും ഉപദേശങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. വരുമാനം വന്ന് ചേരാവുന്ന സമയം കൂടിയാകുന്നു. മനസമാധാനം വർദ്ധിക്കുന്നതായി സാഹചര്യം വന്നു ചേരും. മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലാകുന്നു. ആഹ്ലാദിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ പോലും കടന്ന് വരാവുന്ന സമയമാകുന്നു. അവിവാഹിതരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം. കടബാധ്യതകൾ അല്ലെങ്കിൽ മറ്റ് വിഷമങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. ഇതിൽ നിന്നും ഒരു പരിധിവരെ മോചനം അഥവാ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയാണ് എങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതാകുന്നു. ഈ സമയം മനസമാധാനം അല്പം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. തരക്കേടില്ലാത്ത വരുമാനം കൈവരിക്കുവാനുള്ള സാധ്യത ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. പ്രണയ സാഫല്യം ഉണ്ടാകുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. പല വ്യക്തികളുടെയും ഉപദേശങ്ങൾ നിങ്ങളെ പല സമയങ്ങളിലും തുണയ്ക്കുന്നതാകുന്നു. ഈ സമയം വീടിനും വീട്ടുകാർക്കും ഐശ്വര്യം നൽകുവാൻ, നിങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ദേഷ്യം പൂർണ്ണമായും ഒഴിവാക്കി മുൻകോപം പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക്
അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും. ചോതി നക്ഷത്രക്കാർക്കും പണ്ഡിതന്മാരുടെ പ്രവചനപ്രകാരം കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. പഠിക്കാനുള്ള അവസരങ്ങൾ, വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. വളരെ കാലമായി പല വിധത്തിലുള്ള വിഷമങ്ങൾ, ദുരിതങ്ങൾ, ആത്മസംഘർഷങ്ങൾ നേരിടുന്നവരാണ് നിങ്ങൾ. അതിൽ ചില അയവുകൾ വരാനുള്ള സാധ്യത കൂടുതലാകുന്നു. കച്ചവടവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നിങ്ങൾക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. സമൂഹ കാര്യങ്ങളിൽ അഭിപ്രായം തുറന്ന് പറയുന്നതിനാൽ ചില ശത്രുക്കൾ വന്ന് ചേരുവാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് ഭവിക്കാവുന്നതാണ്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. കൂടാതെ മാനസികപരമായ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം വന്നു ചേരാം. ബിസിനസ് പരമായി താൽക്കാലികമായ നേട്ടങ്ങളാണ് എങ്കിലും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യം കൂടിയാണ് ഉള്ളത്. ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, സഹായമായി ധനം ലഭിക്കുക, ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതായ സമയമാകുന്നു. പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം വിവാഹ കാര്യങ്ങളിൽ പോലും അനുകൂലമായ തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കുന്നതായ സമയമായി തന്നെ മാറും. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പണ്ഡിതന്മാരുടെ പ്രവചനപ്രകാരം ഈ മാസം അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പല വിധത്തിലുള്ള വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മനസ്സിലുള്ള സങ്കടങ്ങൾ ഒഴിവാക്കി ശുഭകരമായ വാർത്തകൾ തേടിയെത്തുകയും അത് നിങ്ങളുടെ സങ്കടങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതുമാണ്. അല്ലെങ്കിൽ ആശ്വാസം ലഭിക്കുന്നതായ ചില കാര്യങ്ങൾ ഈ മാസം നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. ഏകാഗ്രത പുലർത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉയർച്ച വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുകയോ അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നതായ ശത്രുക്കളെ നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം പോലും വന്നു ചേരാം. എന്നാൽ സാഹസങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി, പ്രത്യേകിച്ചും ദേഷ്യം, മുൻകോപം എന്നിവ ഒഴിവാക്കി മുന്നോട്ട് പോവുക. ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. താൽക്കാലിക ജോലിയാണ് എങ്കിലും ലഭിക്കാം. അലച്ചിലിന് അല്പം ആശ്വാസം ലഭിക്കാം. കൂടാതെ ഈ സമയം നേട്ടങ്ങൾക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മനസ്സിനെ അലട്ടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കൂടി കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോവുക. ഉത്രട്ടാതി പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം, പ്രവചനങ്ങൾ പ്രകാരം ഈ സമയം നിങ്ങൾക്ക് വളരെയധികം ആത്മനിയന്ത്രണം അനിവാര്യമായ സമയമാകുന്നു. അത് വാക്കിലും കർമ്മത്തിലും നിങ്ങൾക്ക് പുലർത്തുവാൻ സാധിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ വന്നു ചേരും. സാമാന്യമായ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലും തൊഴിൽപരമായും നിങ്ങൾക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പല ശ്രമങ്ങൾ നടത്തുകയും അത് വിജയം കാണുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വായ്പകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. സഹായധനമാണ് എങ്കിലും കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. വിഘ്നങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും നിരാശപ്പെടേണ്ടതായി വരില്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. തുടക്കത്തിൽ വന്നു ചേരുന്നതായ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പുതിയ അവസരങ്ങൾ തേടി വരാം. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് ചില അത്ഭുതകരമായ നേട്ടങ്ങൾ, ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാമ്പത്തിക പരാധീനതകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും അത് ഒരു പരിധിവരെ തരണം ചെയ്യുവാനുള്ള ചില കാര്യങ്ങൾ വന്നു ചേരാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. വീടിനും വീട്ടുകാർക്കും അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ വാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും. അതിനാൽ ദേഷ്യം കുറച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.